ഔറോറ മീഡിയ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മുഖത്തൊരു സങ്കടം കാണുന്നുണ്ടാവും. കാരണം ഒരു മരണ വീട്ടിൽ വേണ്ട കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു 6 പേരെ ഞങ്ങളോട് കൊണ്ടിരുത്തിയിട്ടുണ്ട്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന കിഡിലൻ സിനിമയുടെ കോറായിട്ടുള്ള കുറച്ച് ആക്ടേഴ്സാണ് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എൻ്റെ ആദ്യത്തെ ചോദ്യം ഡയറക്ടർ വിപിൻ സാറിനോടാണ്. ഈ റാവുത്തറുടെ ലുക്കും വെച്ചിട്ട് ഈ ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള ഒരു ചേതോവികാരം എവിടുന്നാണ്? ലുക്കിലുള്ള കാര്യം, വർക്കിലാണ് കാര്യം. പിന്നെ ചിരിച്ചോ? സിനിമ കണ്ടിട്ട് ഗംഭീര സിനിമ. ഒരു മരണ വീട്ടിൽ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഭയങ്കര രസമായിരുന്നു. ഓരോരുത്തരും ഇത് ആരാണ് ഇതിൽ സ്റ്റാർ, ആരാണ് ഇതിൽ. അപ്പം ഈ ഒരു സ്റ്റോറി കൺസീവ് ചെയ്തത് അത് എന്തെങ്കിലും ഒരു അനുഭവത്തിന്റെ പുറത്താണോ? ഇല്ല, അനുഭവമൊന്നുമില്ല. ഞാൻ ശരിക്കും കോവിഡ് പാൻഡമിക്കിൻ്റെ ഒക്കെ ടൈമിൽ ലോക്ക്ഡൗൺ ഒക്കെ അങ്ങോട്ട് മാറിയിട്ടില്ലാത്ത സമയത്താണ് ഈ കഥയെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം ഒരിടത്ത് നടക്കുന്ന ഒരു കഥ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഒരുപാട് ലൊക്കേഷനുകളൊന്നും ഇല്ലാത്ത സിനിമ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആലോചനയാണ്. ഒരിടത്തിൽ എങ്ങനെ കഥ പറയാം, ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഒരു കഥ പറയാം എന്നൊക്കെയുള്ളതായിരുന്നു ആദ്യത്തെ ആലോചന. അത്തരം ആലോചനകളിൽ നിന്നാണ് വ്യസന സമേതത്തിലേക്ക് വരുന്നത്. അപ്പം ആലോചിച്ചു, കല്യാണം വേണോ, നിശ്ചയം വേണോ, മരണം വേണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. കാരണം ഇങ്ങനെയൊക്കെ ആകുമ്പോഴില്ല ഒരു നാടിന്റെ ക്രോസ് സെക്ഷൻ ഒരു വീട്ടിലേക്ക് വരുന്നത്. അപ്പം മരണം ആകുമ്പോൾ വിളിക്കാതെ വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ആദ്യത്തെ ഇനിഷ്യൽ തോട്ട്. അല്ലാതെ ഈ ഒരു കഥ വെച്ചിട്ട് ആലോചിക്കായിരുന്നില്ല. ഇത് 2021 നവംബർ മാസത്തിൽ ഞാൻ ഇതിന്റെ പരിപാടികൾ തുടങ്ങി. കുറച്ച് 3-4 മാസം കൊണ്ടൊക്കെ എഴുതി. പക്ഷെ പിന്നീട് പല ഘട്ടങ്ങളിൽ പല അവസരങ്ങളിലും ഇതിങ്ങനെ രൂപമാറ്റങ്ങളൊക്കെ വന്ന് വേറെ വേറെ ഡ്രാഫ്റ്റ് ഒക്കെ വന്ന് ഒടുക്കം ഇങ്ങനെയായി. ഇതെന്ന് പറഞ്ഞാൽ സിനിമ പോകുന്നത് ആരും വിഷമിക്കരുത്, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ചോദിക്കില്ല കേട്ടോ. അതായത് ഈ സിനിമ പോകുന്നത് ഒരു കോർ തിരുവനന്തപുരം ഔട്ട്സ്കേർട്സിൽ നടക്കുന്ന ഒരു സംഭവം. പഴയ വീട്ടിലൊരു യാഥാസ്ഥിതികമായ കുറെ ചിന്താഗതിയും കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറി കൺസീവ് ചെയ്യുമ്പോൾ അതിനൊരു എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും എൻ്റെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ സിനിമയിലുള്ളത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് കണ്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, പക്ഷെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, ഈ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ, ഈ രീതിയിൽ പെരുമാറുന്ന കഥാപാത്രങ്ങളെയൊക്കെ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഞാനും അതിലൊരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി ഒരു റിസർച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണി പറക്കി എടുത്തിട്ടാണ് ഞാൻ സിനിമ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് നാട്ടില്. ശരിയാണ്, നാട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. അപ്പം നമ്മുടെ ഓഡിയൻസ് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, സാറിന്റെ സ്വദേശം എവിടെയാണ് ജനിച്ചത്, വളർന്നത്? ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ തോന്നിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ജനിച്ചത്, വളർന്നതൊക്കെ അവിടെ തന്നെയാണ്, ഇപ്പോഴും അവിടെ തന്നെയാണ്. ഈ ഒരു ഡേ 1 ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഓഡിയൻസ് ഫീഡ്ബാക്ക്, അത് എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു ബിഗ് സ്ക്രീനിൽ ഒരു ഫസ്റ്റ് ഇന്റർവെൻഷൻ ആണ്. അതെ. അപ്പം അത് സന്തോഷകരം തന്നെയായിരുന്നു. എല്ലാവരും സിനിമ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത്. ഞങ്ങളിപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കുമ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും ഈ സിനിമ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ടെന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വർക്ക് ചെയ്യാനും ഭയങ്കര സന്തോഷമായിരുന്നു. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ VFX ചെയ്യുന്നവരാണെങ്കിലും, അങ്ങനെ എല്ലാവരും. അപ്പോൾ DI കളറിംഗ് സ്റ്റുഡിയോയിലൊക്കെ ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തഗ്ഗായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം പരിപാടി വർക്കാവും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ചിരി ഉണ്ടാക്കും എന്നുള്ളത് ശരിക്കും ഫസ്റ്റ് ഡേയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമ്മളൊരു 2 പേരോ 3 പേരോ ഇരുന്ന് കാണുന്നത് പോലെയല്ല, ഒത്തിരി പേരിരിക്കുമ്പോഴേക്കും കുറെ കൂടി പിന്നെ ഹ്യൂമർ വർക്കാവുന്നുണ്ട് എന്നുള്ളത്. ഞാൻ വിചാരിക്കാത്ത ഇടങ്ങളിലൊക്കെ ചിരി വരുന്നുണ്ട്. ഇപ്പം ഇവിടെ എന്തിനാണ് ചിരിക്കുന്നതെന്നൊക്കെ ആലോചിക്കാറുണ്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഞങ്ങൾ തമാശ ആകുമെന്ന് വിചാരിക്കാത്ത ഇടങ്ങളിൽ ചിരിക്കുന്ന സംഗതിയുണ്ട്. പക്ഷെ ചിരിക്കും എന്ന് വിചാരിച്ച് ചില സ്ഥലങ്ങളിൽ ചിരിക്കാതെ പോയതും ഉണ്ടെന്നാലും. അതായത് ഇപ്പൊ നമ്മള് ഉദയനാണ് താരം എന്ന സിനിമ കാണുമ്പോൾ അതിനകത്ത് ഒരു ഡയറക്ടറുടെ പെയിൻ, ഒരു പ്രഗ്നൻസി പെയിൻ. ഈ ഡേ 1 നമ്മള് ഓഡിയൻസിന്റെ ഒരു ഫുൾ റിപ്പോർട്ട് നമുക്ക് അറിയുന്നത് വരെ ഉള്ളൊരു സാധനം. എത്ര ദിവസം പോകും, ഇതിന്റെ മൈലേജ് എത്രയാണ്, ആൾക്കാർ ഇത് എത്രത്തോളം സ്വീകരിക്കും, ഇതിന്റെ ഒരു പിന്നീടുള്ള ഒരു മാർക്കറ്റിംഗ് ലോങ് കുറെ പോകാനുണ്ടല്ലോ. അപ്പം ആ ഒരു പ്രഗ്നൻസി പെയിൻ ഒരു ഫിലിം എനിക്ക് ആ ഒരു ടൈമിലല്ലേ, എനിക്ക് ശരിക്കും ഈ സിനിമ ഷൂട്ട് തുടങ്ങുന്നത് വരെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്ത് ആ ഒരു 42 ദിവസം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കാണുന്നത് വരെയൊക്കെയായിരുന്നു ഈ പറഞ്ഞ ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഭയങ്കര കൂളായിരുന്നു. അതിനുശേഷം എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റി. അതിന് മുന്നേ എനിക്ക് ഉറക്കമൊക്കെ
നഷ്ടപ്പെടുമായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും 1 മണിക്കൂറൊക്കെ മാത്രമേ കഷ്ടി ഉറങ്ങാൻ പറ്റുള്ളൂ. ഈ ഇതിൻ്റെ ടെൻഷനുകളാണ്. ഇന്ന് ഷൂട്ട് ചെയ്തത് ശരിയായോ, അത് വീണ്ടും എടുത്ത് നോക്കണോ, നാളെ അത് റീഷൂട്ട് ചെയ്യേണ്ടതുണ്ടോ, ഇന്ന് ചെയ്തതിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വേറെ ഏതെങ്കിലും സീനിനെ ബാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന ടെൻഷനും പെയിനും എല്ലാം ഈ സ്ക്രിപ്റ്റ് എഴുതി പ്രൊജക്റ്റ് ഓണാവുന്നത് വരെ ഒരു തരത്തിലുള്ള ടെൻഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. ഓണായി കഴിഞ്ഞപ്പോൾ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ വർക്കാവോ, ഇവരെയൊക്കെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് ശരിയായ വിധത്തിൽ തന്നെയാണോ കാസ്റ്റിംഗ് എന്നൊരു ടെൻഷൻ ഉണ്ടാവും. അതുപോലെ ലൊക്കേഷൻ കണ്ടെത്തുമ്പോൾ ഈ വീട് ശരിയാവും, ഇത് ക്യാമറയിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ള ചിന്തകൾ വരും. അപ്പോൾ ഇതെല്ലാം ഓരോരോ ഘട്ടത്തിൽ ഓരോരോ ടെൻഷനുകൾ വരും. പക്ഷെ ആ ടെൻഷനൊക്കെ ഒരു പരിധി വരെ മാറുന്നത് എഡിറ്റ് ചെയ്ത് സിനിമ അവസാനം കാണുമ്പോഴാണ്. അപ്പം സാറ്റിസ്ഫൈഡ് ആയി. ഇനിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ ഇതിനെ കൂടുതൽ മുകളിലേക്ക് കയറ്റാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് എനിക്ക് അങ്ങനെ വലിയ ടെൻഷനില്ല. ഇത് ജനങ്ങൾ ഏറ്റെടുക്കും, ചെറിയ സിനിമയാണ്, അത് തീർച്ചയായിട്ടും ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. വലിയ ബഡ്ജറ്റിലൊക്കെ ഒരു സിനിമ ചെയ്തിട്ടാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറഞ്ഞ കണക്ക് കൊമേഴ്സ്യൽ സാധ്യതയെ പറ്റിയിട്ടൊക്കെ ടെൻഷൻ ഉണ്ടാകുമായിരുന്നിരിക്കാം. ഇപ്പോഴത്തെ ഓട്ടത്തിൽ എത്ര ദിവസം പോകും? അല്ല, അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. നമ്മളിപ്പോൾ ഇന്നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 2ാമത്തെ ആഴ്ചയാണ്. ഇന്നും ഹൗസ്ഫുള്ളാണ്. ട്രിവാൻഡ്രത്തും ആറ്റിങ്ങിലൊക്കെ ഒരുപാട് ഷോകൾ ഹൗസ്ഫുള്ളായിട്ട് കളിക്കുന്നുണ്ട്. അല്ല, ബുക്ക് മൈ ഷോ എടുത്ത് നോക്കാറുണ്ട്. പിന്നെ ഞാനങ്ങനെ നോക്കാറില്ല. എൻ്റെ സുഹൃത്തുക്കൾ നോക്കിയിട്ട് അവർ എൻ്റെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂയോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ ഒന്നും കാണാറില്ല. മനഃപൂർവ്വമായിട്ട് തന്നെ കാണാറില്ല. കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്നുള്ളതുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലോട്ട് ഇതിൻ്റെ പരിപാടികൾ നോക്കാറേ ഇല്ല. നമുക്ക് പോസിറ്റീവായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം ഷോ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിലും കാട്ടാക്കട ഷോ ഇല്ലായിരുന്നു, പൂവാർ ഷോ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ കാട്ടാക്കടയിൽ കാട്ടാക്കടയില്ല, കളിയിക്കവിള, അവിടെ ഇപ്പം സിനിമ വന്നിട്ടുണ്ട്, പൂവാറിൽ സിനിമ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ട് പുതിയ തിയേറ്ററുകളിലേക്ക് പുതിയ ഷോസ് കയറുന്നുണ്ട്. അപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പിന്നെ ഒരു മഴയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ആ മഴയും അങ്ങോട്ട് മാറി. അപ്പോൾ സോ ഇനിയും അങ്ങോട്ട് നന്നായിട്ട് കയറി വരും. എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് ലഭിക്കുന്നത്. അതിൽ വളരെ സന്തോഷമാണ്. സർ, ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ്, അതെ, ഇതിപ്പം കാസ്റ്റിംഗ് എന്ന് പറയുമ്പം അസീസ് നെടുമങ്ങാട് തൊട്ട് ഒരു നീണ്ട നിരയിലുള്ള പുതുമുഖങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതെ. അപ്പം ഇതൊരു സ്കെലിട്ടനിലാണോ അത് വർക്ക് ചെയ്തിരിക്കുന്നത്, അതോ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ പറയണം, അങ്ങനെയാണോ? എഴുതി വെച്ചിരിക്കുന്നത് പക്ക ഒരു മുക്കലോ മൂളലോ ഇല്ലാതെ അതുപോലെ തന്നെ പറയണം. അങ്ങനെ തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. ഞാൻ സ്ക്രിപ്റ്റ് പറയുമ്പോഴും ഇവരൊക്കെ ഈ പറയുന്ന ശൈലിയില്ലേ, ആ ശൈലി എൻ്റെ ശൈലിയാണ്. ഞാൻ ആ ശൈലിയിലാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ഇവർ ഓരോരുത്തർ പറഞ്ഞ ശൈലിയിലും ഞാൻ ഓരോരുത്തരുടെയും ഡയലോഗ് പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടിട്ടാണ് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ കേട്ടിട്ടാണ് അത് ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിരി അഭിനയിക്കുന്നവരുടെ അടുത്ത് നിന്നും കിട്ടണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ഭയങ്കര നിർബന്ധമായിരുന്നു എൻ്റെ അതേ ശൈലി തന്നെ കിട്ടണമെന്ന്. ഈവൻ സിജു സണ്ണി ചെയ്ത കഥാപാത്രം സുഹൈൽ എന്ന് പറയുന്നത് നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളാണ്. അയാളെ നമുക്ക് ഏത് നാട്ടുകാരും വേണമെങ്കിലും ആക്കാം. അയാളെ നമുക്ക് വേണമെങ്കിൽ പന്തളംകാരൻ തന്നെ ആക്കാം, സിജു സണ്ണിയുടെ നാട് അവിടെ തന്നെ ആക്കാം. പക്ഷേ അങ്ങനെയല്ല. വിപിൻ ആ ഡയലോഗുകൾ പറയുമ്പോൾ അതിനകത്ത് തമാശയുണ്ടെന്ന് വിപിൻ ദാസ് പറഞ്ഞിട്ടാണ് സിജു സണ്ണിയെ ഞങ്ങൾ ഒരു ട്രിവാൻഡ്രം പരിപാടിയിലോട്ട് പിടിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പം എല്ലാ സംഗതിയും കറക്റ്റ് എന്താണോ അത് തന്നെ ആണ് പോയത്. പിന്നെ ജോമോൻ്റെ കാര്യത്തിൽ മാത്രം ചില ആക്ഷൻസ് ജോമോൻ്റെതായ രീതിയിൽ കയ്യിൽ നിന്നിട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ആ ബൈക്കിന് പോകുമ്പോൾ ജോമോൻ ഇങ്ങനെ ആക്സിലേറ്റർ കൂട്ടുന്നത്, അത് ആ ടേക്കിൽ ജോമോൻ അന്നേരം അങ്ങ് ചെയ്തതാണ്. അതുപോലെ തന്നെ ജോമോനും മറ്റേ ആൻറ്റിയുമായിട്ടുള്ള സീനിൽ ജോമോൻ ആ മൊബൈൽ ഫോൺ എറിയുന്നതും അതിൻ്റെ ആ ആക്ഷനെല്ലാം അതിൻ്റെ കൊറിയോഗ്രാഫി ജോമോൻ തന്നെയായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം വർക്കാവും. അപ്പോൾ പിന്നെ അത് ഓക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു അത്. ബാക്കി എല്ലാ ഡയലോഗ്സും, ഈവൻ ആക്ഷൻ ആണെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും എല്ലാം, ഈവൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആക്ടിവിറ്റി ആണെങ്കിലും എല്ലാം നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു തന്നെയായിരുന്നു. കാരണം ഒരു ദിവസത്തെ സംഗതി ആകുമ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു മാറ്റം വന്നാൽ പിന്നെ പാളിപ്പോ. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗ്രേറ്റ് വർക്ക് സർ. സജേട്ടാ, എത്ര വർഷമായി? 25 വർഷമായി. അല്ല, ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ ടി വിയിലുള്ളതാണ്. എനിക്ക് 35 വയസ്സായി. അന്ന് ഞാൻ ബാലതാരം. ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. സാറുമായിട്ട് ഒത്തുപോയോ? സാറല്ല, ഇത് സാറെന്ന് വിളിക്കുകയോ ചെയ്തത്. ഞാൻ എല്ലാവരും പറയും എന്നെ സാറെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, വിപിൻ ചേട്ടാന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വിപിൻ എന്ന് വിളിച്ചാൽ മതി. വിപിൻ ചേട്ടനായിട്ട് എങ്ങനെ സെറ്റായി? അല്ല, ഞങ്ങൾ തമ്മിൽ ആശയപരമായ തർക്കങ്ങളും സംഘടനകളും ഒക്കെ നടക്കാറുണ്ട്. അത് ഒരു സീനോ അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഞാനിതിൻ്റെ കഥയായിരുന്നാലും ഇതിൻ്റെ യാത്രയായിരുന്നാലും കഥാപാത്രങ്ങളെ കുറിച്ചായിരുന്നാലും
എന്നെ ഏൽപ്പിക്കുന്ന പോലെ തന്നെയാണ് സച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ വിമർശിക്കാൻ പറ്റും? കാര്യം കാണുന്ന പ്രേക്ഷകൻ ഏതെല്ലാം തരത്തിൽ ഇതിനെ വിമർശിക്കാൻ പറ്റും, റിവ്യൂവേഴ്സ് എന്തെല്ലാം പറയാൻ സാധ്യതയുണ്ട്, അതെല്ലാം പറയുക അല്ലെങ്കിൽ കണ്ടെത്തുക, അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കുക. ഇനി അതല്ല എന്താണ് സിനിമ രൂപത്തിലേക്ക് വരുമ്പം വേണമെങ്കിൽ പോലും ലോജിക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ സിനിമയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിലിപ്പം ചേട്ടനെ പ്ലേസ് ചെയ്യുമ്പോഴേ, അതായത് താങ്കൾ ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് തോളി വെച്ച് തരാണോ ചെയ്തത്? ഇല്ല, ഞങ്ങളുടെ സിനിമ, ഞങ്ങളുടെ തോന്നയ്ക്കിൽ നിന്നൊരു സിനിമ ഉണ്ടാകുന്നു, ഞങ്ങളൊരു കൂട്ടായ്മയിൽ ഒരു സിനിമ ഉണ്ടായതാണ്. അത് ഒരു ബാധ്യതയല്ല, വളരെ എന്താണ് സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി പറയേണ്ടത് വിപിനാണ്, ക്രിയേറ്റീവ് ഡയറക്ടറെ കുറിച്ച് പറയേണ്ടത് വിപിനാണ്. നമുക്ക് ലാസ്റ്റ് മാർക്കിടാം അല്ലേ? പിന്നെ തീർച്ചയായും. ജോമോനെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് ആദ്യം അറിയാനുള്ളത് എത്ര കിലോ കുറഞ്ഞു വിറവ് കിട്ടി? വിറവ് അത്യാവശ്യം നമുക്ക് 2 മൂട്ടയൊക്കെ പോയിട്ടുള്ളൂ ചേട്ടാ. വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. തടി പോയോന്ന് ചോദിച്ചു. കുറെ വിറവ് കയറിയത് ഞങ്ങളുടെ പിന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഹരിനന്ദനാണ്. മഞ്ഞ ബനീനോട്ട് വിറവ് കയറിയിട്ടുള്ളൂ. എനിക്കവിടെ ഡൂപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയും വെട്ടി മുറിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഊപ്പാട് വരും നമുക്കറിയാം. അത് ഒരു കുഞ്ഞു ഷോട്ടിലൊക്കെ ഉള്ളൂ, പക്ഷെ നമ്മൾ ഹരിയെ കൊണ്ട് മാക്സിമം ഞാൻ വരുമ്പോൾ എൻ്റെ ഡ്രസ്സ് കൊണ്ടുള്ള ഒരാൾ അവിടെ നിന്ന് വെറുതെ എറിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ ആര് മാറ്റിയ എന്നെ? ഈ സ്ക്രിപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് ജോമോൻ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ മറ്റ് സിനിമകളിൽ നിന്നും എനിക്ക് വ്യത്യസ്തമായ എന്തോ ഒരു സാധനം അതിനകത്ത് കിട്ടി, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. എന്താണ് ഈ ഒരു ക്യാരക്ടർ കൺസീവ് ചെയ്തപ്പോൾ? ഞാൻ അവരുടെ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രയൽ വീഡിയോ, ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, 5 ദിന സഞ്ചയനം. അപ്പോൾ അതുമുതലേ ഞാൻ വിപിൻചേട്ടൻ്റെ കൂടെയും സച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അതിൽ വേറെ അന്ന് ആ ചെയ്തില്ല, ഷോർട്ട് ഫിലിമിൽ ചെയ്ത സെയിം പരിപാടി ആയിരിക്കും എന്നുള്ള ഇതായിരുന്നു. പക്ഷെ അതല്ല, വേറൊരു പരിപാടിയായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പരിപാടി. എനിക്ക് ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക്. ഇതിൽ എത്രത്തോളം ഉണ്ട് ശക്തി? ശക്തി ഓൾമോസ്റ്റ് ശക്തിയിൽ എത്രത്തോളം ജോമോൻ ഉണ്ട്, ജോമോൻ എത്രത്തോളം ശക്തിയുണ്ട്? ഒരു 60% ഉണ്ടാവും. എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആരായിരുന്നു. അപ്പൊ ആന്റിമാരെ ഇഷ്ടപ്പെട്ട ആന്റിമാരെ നോക്കും, അല്ലെങ്കിൽ നോർമലി ഉള്ള പ്രശ്നമുള്ളതൊന്നും. ചേച്ചി ഒന്ന് ഒതുക്കി. ഏജ് ഈസ് നോട്ട് എ മാറ്റർ ആണ്. പിന്നെ ഇതില് കുറെ സാധനം ഇംപ്രവൈസ് ചെയ്യുന്നു സാർ പറഞ്ഞു. ചെറിയ ചെറിയ സാധനങ്ങൾ, അപ്പം ഒരുപാട് ഇംപ്രവൈസേഷൻ നടത്താനുള്ള പരിപാടികളില്ല. അപ്പം ബൈക്കിൽ വരുമ്പോഴത്തേക്കും മറ്റേ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുന്ന പരിപാടികളും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ ഒരു ബംഗാളിയാണ് ഇതിനകത്തുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ബംഗാളി ചെയ്താൽ ശരിയാവും, എന്നെ ബംഗാളിയാക്കിയ അങ്ങനെ തോന്നലുണ്ടോ? അങ്ങനെ ഒന്നും തോന്നില്ല, എനിക്ക് തോന്നില്ല. ഞാൻ ചെയ്തിട്ടില്ലാത്ത പരിപാടിയല്ലേ, എനിക്ക് എന്തായാലും നല്ല പരിപാടികൾ അവർ തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ക്യാരക്ടർ ചെയ്തപ്പോഴേ ഇപ്പം സാർ പറഞ്ഞു അതിനകത്ത് ഒരു സാധനം ഇട്ടില്ലേ, അത് കൈ എന്നുള്ളതാണ് അത് സാർ പറഞ്ഞത്? അങ്ങനത്തെ സാധനം അത് നമ്മൾ ചെയ്ത സമയത്തില്ലേ അത് നമ്മൾ ഡബിൽ പിടിച്ചാണ്. അത് ആ മുഖത്തുണ്ട് ആ ഒരു സാധനം. പിന്നെ അത് ജോമോൻ തന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനം പിടിക്കാൻ ചേട്ടാ. ആ മുഖത്ത് അത് ഈവൻ ഡബില്ലാതെ പോലും അത് കണ്ടു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥയിൽ നമുക്ക് ചിരി വരും. പക്ഷെ അതുകൂടെ വന്നപ്പോൾ ചിരി ആംപ്ലിഫൈ ചെയ്തു. ഒരു ഇൻഫ്ലുവൻസറിൽ നിന്നിട്ട് ഒരു ആക്ടറിലേക്കുള്ള ഒരു ജേർണി ഉണ്ട്. ഇപ്പം തറയിൽ നിൽക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത്. ഇപ്പം 7-8 സിനിമയുടെ പേരൊക്കെ കുറച്ച് മുന്നേ പറഞ്ഞു. അപ്പം അതിൽ നിന്നുള്ളൊരു ലൈഫ് ചേഞ്ച് എങ്ങനെ ഫീൽ ചെയ്തു? പണ്ട് തോന്നെങ്കിൽ നടക്കാമായിരുന്നെങ്കിൽ ഇപ്പം ഉള്ളൊരു ആവുന്നതിന് മുമ്പ് ഒരുപാട് ഓഡിഷൻ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. അത് അത്രത്തോളം സക്സസ് ആയിട്ടൊന്നുമില്ല. പിന്നെ മനസ്സ് മടിച്ച് വീട്ടിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ്, പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴാണ് പിന്നീട് ഞാൻ ടിക്ടോക്ക് ചെയ്തു. പിന്നെ അത് ബാൻ ആയപ്പോഴത്തേക്കും ഇൻസ്റ്റയിലോട്ട് വന്ന് അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ പ്രൊമോഷനൊക്കെ ചെയ്ത് അത്യാവശ്യം നിലനിന്നത് ഇൻസ്റ്റയിലാണ്, കണ്ടന്റ് റീലുകൾ ചെയ്തിട്ടാണ്. പിന്നീട് എനിക്ക് സിനിമയിലോട്ടുള്ള കോള് വന്നത് ഇത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെയാണ് എന്നെ വിളിച്ചത്. എനിക്ക് ഈ പടം ബോണസായിട്ട് കിട്ടിയപ്പോഴോ ഞാൻ അന്ന് ബിബിൻ ചേട്ടാ ഈ ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത് ഇത് സിനിമ ആവൂടാന്ന് പറഞ്ഞു. ചേട്ടാ എന്നെ കൂടെ വിളിക്കണേന്ന് പറഞ്ഞു. അത് കറങ്ങി തിരിഞ്ഞ് ഞാൻ പോലും അറിയാതെ ഈ പടത്തിൽ ഞാൻ കാസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ബിബിൻ ദാസേട്ടൻ പറഞ്ഞൊരു കഥയുണ്ട്, കേക്ക് നീ സിജു വന്ന് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ബിബിൻ ചേട്ടൻ ആദ്യം ഒരു മരുന്നിട്ട് നോക്കിയതാണ് അവരെ കൊണ്ട് ഷോർട്ട് ഫിലിം വഴി. ഇല്ല, ആ ചേട്ടൻ ആദ്യമായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിം സിനിമ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ഷോർട്ട് ഫിലിം എടുത്തത്. എനിക്കെന്താ വെച്ചാൽ ഇത് നടക്കുമോ, സിനിമയാവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് പുള്ളി അത്
ചേട്ടാ ഇതൊരു ഒരു വെടിമരുന്നായിരുന്നു ആദ്യം ഒന്ന് ഇട്ട് നോക്കിയതാണോ അത് കത്തുന്ന ഷോർട്ട് ഫിലിം? ഏതാണ് ഷോർട്ട് ഫിലിം? അല്ലല്ല, ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണ്. നമുക്കൊരു പ്രൊഫൈൽ വേണമല്ലോ, മറ്റുള്ളവരെ കാണിക്കണമല്ലോ. ഞാൻ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കണ്ടേ? നീ ചെയ്ത സാധനം എവിടെയെന്ന് ചോദിക്കുമല്ലോ. അപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് വെച്ചു. അത് എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെയും ടെക്നീഷ്യൻസ് ഇദ്ദേഹമൊക്കെ ഉണ്ട് ഷോർട്ട് ഫിലിമില്. മുരളിച്ചേട്ടനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സ്റ്റാർ അന്നത്തെ ഉപ്പുമുളവില് ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത്. യെസ്, അങ്ങനെ മുരളിച്ചേട്ടന്, ജോമോൻ ജ്യോതിർ, പിന്നെ സജി സബാന അതിനകത്തൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം കൂടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് 5-ന്റെ അന്ന് സഞ്ചയനം എന്നാണ് ആ ഷോർട്ട് ഫിലിം. അതിന് പിന്നെ ഒരു സീക്വലും ഉണ്ടായി. അത് നമ്മുടെ NM ബാദുഷാ അദ്ദേഹത്തിന്റെ മാറ്റ്നി ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഷോർട്ട് ഫിലിമാണ് ശരിക്കും എനിക്കൊരു എൻട്രി തരുന്നത്. അപ്പം കുറേ എൻക്വയറീസ് വന്നു, നിങ്ങളുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിന് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ മറ്റ് ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് മുഴുവൻ സമയ സിനിമ പരിപാടിയായിട്ടൊക്കെ ഇറങ്ങിയത്. അന്ന് ഷോർട്ട് ഫിലിമിൽ ഇതുപോലെ ജോമോനെ ഞങ്ങൾ കൊണ്ടുവന്നു. അതിന് വേറെയും കഥയൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ പറയാം. ജലസ്മുഖ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഷോർട്ട് ഫിലിമിലൊന്നും ആരും വിളിക്കുന്നില്ല. ആദ്യമായിട്ട് എന്റെ വീട്ടിൽ എന്നെ തിരക്കി ജോമന് പ്രതിഫലം കിട്ടുന്ന ആദ്യത്തെ വർക്ക് എന്താണ്? ജോമൻ നിനക്ക് എങ്ങനെയാണ് നിന്റെ പേര്? ഞാൻ 2000 രൂപ കൊടുക്കായിരുന്നു പെർ ഡേ. ഞാൻ 2000 രൂപ ജോമന് പെർ ഡേ കൊടുക്കായിരുന്നു. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് 500 രൂപ വേണം. ഞാൻ എത്ര കൊടുക്കാണ്ടിരിക്കുന്നു പറഞ്ഞില്ല. ജോമോൻ എന്ത് പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കണം. അപ്പൊ അവൻ എന്നോട് ചോദിച്ചത് എനിക്ക് എന്തായാലും ഒരു 500 രൂപയെങ്കിലും വേണം. അങ്ങനെ പിന്നെ ജോമോനായിരുന്നു പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ, അതിന്റെ നിർമ്മാണ നിർവഹണം. എന്റെ ATM ഒക്കെ അവൻ്റെയിലായിരുന്നു. അത് വളരെ ഞങ്ങൾ ചെറിയ ബഡ്ജറ്റില് ക്രൗഡ് ഫണ്ടിങ് പരിപാടിയിൽ ചെയ്തതാണ്. അല്ല, നാട്ടുകാരെന്നുള്ള പരിചയം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു 5 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ ജോമോന്റെ ഒരു പിന്നെ ഇത് തന്നെയാണ് റീല്, ഇൻസ്റ്റയിൽ ആ ജലസിംഹം കാണുന്നതിന് മുന്നേ ഒരു പെണ്ണ് കാണലിന് വേണ്ടിയിട്ട് വന്നിട്ട് ചെറുക്കനെ പറ്റി ചോദിക്കുന്ന ഒരു സാധനം ജോമോൻ തെങ്ങിച്ചാരി എന്നിട്ട് ചെറുക്കനെ പറ്റി പറയുന്നത്. അത് ഞാൻ ആദ്യം കാണുന്നത്. ജോമോൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കായിരുന്നു. അപ്പം അതിനുശേഷം ജലസിംഹം കണ്ടു, പിന്നെ മറ്റേ ബിഗ് ബി ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി പിടിക്കാം. ശരിക്കും ആ ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ ഞാൻ ജോമോനോട് ആവശ്യപ്പെട്ടത് നിനക്കിതിൽ ഏത് ക്യാരക്ടർ ആണെങ്കിലും ചൂസ് ചെയ്യാം, നിന്റെ ഇഷ്ടമാണ്. എന്നിട്ട് ജോമോൻ തന്നെയാണ് ഇപ്പൊ അതില് ജോമോൻ ചെയ്ത ക്യാരക്ടർ ചൂസ് ചെയ്തത്. ഇതിലും വലിയ സൂപ്പർ മാർക്കറ്റിലെ നിഗൂഢത പോലെ പുള്ളി ഇങ്ങനെ അവന് മൊത്തത്തിൽ മനസ്സിലാവുന്നില്ല, അങ്ങനെ പരിചയമില്ലല്ലോ. എന്നെ തിരക്കി ഒരാള് വരുന്നു, എന്നെ ഇങ്ങനെ ചുഴിഞ്ഞു നോക്കും. കൊണ്ടുപോയി കിഡ്നി അങ്ങനെ എടുക്കാനാണ്. വീട്ടിൽ വരണം, വിളിച്ചുകൊണ്ട് പോണേ, സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്നു. അങ്ങനെ ചേച്ചി റീന ഇന്ദ്രാണി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയണമെന്ന് പറഞ്ഞിരിക്കണം. ചേച്ചി ഈ ഓട്ടോപൊലി ഇല്ലാത്ത മരണ വീട്ടുകാരത്തിന് മോശമല്ലേ? ഈ ഒരു ഈ നാടൊന്നും സിനിമയിൽ കണ്ടില്ലല്ലോ. വിപിനും സജീവോട് അപ്പുറത്തപ്പുറത്ത് 2 കമ്പ് വെച്ചിട്ട് മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ കംപ്ലീറ്റ് വെട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഒറിജിനലായി. വിപിന് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കാത്ത പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഒരു കൊലപാതകം ഞാൻ എഴുതാത്ത ഡയലോഗ്, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഡയലോഗൊക്കെയാണ് പറയുന്നത് ആ സീനിൽ. പിന്നെ സജി ദേഷ്യപ്പെട്ടു. അവന്റെ സ്വഭാവം അറിഞ്ഞൂടാ, അവെല്ലാം കട്ടി കളയും, മര്യാദയ്ക്ക് അവൻ പറഞ്ഞ മാത്രം പറയാം. എന്തെങ്കിലും വിഷം ഉള്ളി പോയാടി എന്നൊക്കെ ആ കരച്ചിനിടയില് എന്തെങ്കിലും ഉള്ളി പോയാ എന്തോ എന്റെ ചേച്ചിയുടെ എന്നൊക്കെയുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേർഡ് പോലും മാറ്റാൻ സമ്മതിക്കില്ല ഡയലോഗ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ കൈന്നിട്ടോട്ടാ, എനിക്ക് ഇംപ്രവൈസേഷന്റെ ആളാണ് ഞാൻ. ചേച്ചി ഇല്ല അത് ചെയ്തേ പറ്റുള്ളൂ, ചിലപ്പോ ഇങ്ങോട്ടൊക്കെ കാര്യം കൊണ്ട് പോകുമ്പോ അപ്പൊ ഒട്ടും വിപിൻ സമ്മതിക്കട്ടെ. ഞാൻ വിപിൻ എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ നാടകത്തിന്റെ തിയേറ്ററിൽ നിന്ന് വന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും മാറ്റാൻ സമ്മതിക്കില്ല വിപിൻ. അപ്പൊ വിപിൻ എപ്പോഴും ഒരിക്കൽ പറഞ്ഞു, ലാസ്റ്റ് ഫസ്റ്റ് വരുന്ന സീന് ചേച്ചി കുറച്ചൊന്ന് ഇംപ്രവൈസ് ചെയ്യാൻ പറഞ്ഞത്. അത് കേട്ടപ്പോ എനിക്ക് ഉള്ളിന്നൊരു ആ സീന് ശരിക്കും ചേച്ചിയുടെ ഏറ്റവും അവസാനം ഷൂട്ട് ചെയ്യുന്ന. ബാക്കി സീനുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ സീൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇതിൽ വേണമെങ്കിൽ കുറച്ച് കൈന്നിട്ടു, ഇതാണ് അതിന്റെ സിറ്റുവേഷൻ, ഡയലോഗും കൊടുത്തു. അപ്പൊ ചേച്ചി വിചാരിച്ചു എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ചേച്ചി ലോകത്തില്ലാത്തൊക്കെ പറയാൻ തുടങ്ങി.
അപ്പോൾ ഈ കൈ നേടാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ചുമ്മാ ഒരു സന്തോഷം കഴിഞ്ഞിട്ട്. ചേച്ചി ഇപ്പൊ എത്ര വർഷമായി ആക്ടിങ്? നാടകത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ തിയേറ്റർ ആയിരുന്നു. ഞാൻ 92 മുതൽ അഭിനയിലുണ്ടായിരുന്നു. 92, 93 കാലഘട്ടത്തിൽ അഭിനയയുടെ തുടക്കത്തിൽ അഭിനയിലൊരു ഏകദേശം ഒരു 2000 വരെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ബ്രേക്ക് വന്നു. പിന്നെ വീണ്ടും അഭിനയിലും നിരീക്ഷ സ്ത്രീ വന്നു. കുറേ നാടകങ്ങൾ ചെയ്തു. ഒരുപാട് നാടകം. എനിക്ക് തോന്നുന്നു 10-20ഓളം നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല, 20 കൂടുതൽ ഞാൻ അങ്ങനെ എണ്ണി നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറേ ബ്രേക്ക്, കല്യാണം കഴിഞ്ഞു, ബ്രേക്കായി, കുറച്ച് നാൾ വിട്ടുനിന്ന് മോനൊക്കെ ആയപ്പോൾ കുറച്ച് ഇതായി. പിന്നെ രണ്ടാമത് വന്നപ്പം നാടകത്തിനെക്കാട്ടി കൂടുതൽ ഷോർട്ട് ഫിലിംസുകൾ കുറച്ച് ചെയ്തു തുടങ്ങി. പിന്നെ വന്നത് പിന്നെ സിനിമ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ആദ്യം അന്താക്ഷരിയിലാണ് ഞാൻ ചെയ്തത്. അന്താക്ഷരി കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ആരാണ് പറ്റുക, ഡയറക്ടറിന്റെ പേര് പോലും അറിയില്ല. പ്രൊഡക്ഷനിൽ നിന്ന് ഒരാൾ വന്ന് വിളിച്ചു. അപ്പം എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി. എനിക്ക് ഒട്ടും തൃപ്തിയില്ല അത് ചെയ്തത് തന്നെ. എന്താണോ എന്തോ ഇത് ഞാൻ നോക്കിയപ്പോൾ വിന്ദാസിന്റെ മുഖമൊക്കെ ഒരു സന്തോഷമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 സിനിമകൾ, ഒരു ഖാദി ഷോ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഫിലിം ചെയ്തു. പിന്നെ ഫാലിമിയാണ്. ഫാലിമിയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമോ പക്ഷെ അത് കുറച്ച് എനിക്കൊന്ന് കുറെ ഒരുപാട് പേര് അറിയാൻ ഒരു ചെറിയ സീനേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷാന്തിന്റെ ഒരു ഷോർട്ട് ഫിലിം അല്ല, വെബ് സീരീസ്, സോണി ലിവിന് വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് വിപിൻ ഇങ്ങനെ ഞങ്ങളൊരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ വിപിൻ്റെ ഇത് 5-1 സന്ധ്യാനം നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വിപിൻ്റെ കസിനാണ്. അവൻ ഈ തുടക്കത്തിൽ അത് ഞാൻ ഒരു 3-4 ഭയങ്കര രസമുള്ള ഒരു ഷോർട്ട് ഫിലിം അല്ലേ, ഒരുപാട് പ്രാവശ്യം അത് കണ്ടു. അങ്ങനെ വിപിൻ്റെ ഇങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കൃഷാന്തിൻ്റെ കഴിഞ്ഞ് കുറേ ബ്രേക്ക്, ഒരിടത്തൊന്നും വിധി വരുന്നില്ല. വിപിനെ ചാടിക്കേറി വിളിച്ചു ഞാൻ. അപ്പോൾ വിപിൻ പറഞ്ഞു ഇങ്ങനെ ആരെയാണ് പേരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഫാനിമിയുടെ കാര്യം പറയുമ്പോൾ, അയ്യോ ഞങ്ങൾ കണ്ടു, കഴിഞ്ഞ ദിവസം ഫാനിമി കണ്ടു, ഈ ക്യാരക്ടർ കാസ്റ്റിങ്ങിലുണ്ട്, ഞാൻ കാസ്റ്റിങ്ങിലുണ്ട്, ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. ലഡു പൊട്ടി. പിന്നെ പറഞ്ഞില്ല വിപിൻ, ഒന്നും പറഞ്ഞില്ല. പിന്നെ ആദ്യം പ്രൊഡക്ഷൻ നേരത്തെ വേറെ ആയിരുന്നു, വിപിൻ ദാസ് അല്ലായിരുന്നു ഇവരുടെ. അപ്പം നേരത്തെ ഒരു ചർച്ചയിലൊക്കെ ആയിരുന്ന സമയത്താണ്. അപ്പം ഞാൻ വിചാരിച്ചു ഉടനെ തന്നെ സിനിമയൊക്കെ. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കും, എന്തായി, നേരത്തെ പറയണമെന്നങ്ങാണ്ട് ഒരിക്കൽ പറഞ്ഞു, വേറെ വർക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് കൂടെ വന്നില്ല. എന്നിട്ട് അപ്പം ഇടയ്ക്ക് വിപിനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് ചോദിക്കും, ചേച്ചി തിയേറ്ററിലുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ക്യാരക്ടർ ചെയ്യാൻ, അനശ്വരയുടെ. എന്നിട്ട് എൻ്റെ കാര്യം മാത്രം പറയുന്നില്ല, അനശ്വരയുടെ അമ്മ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിക്കും. ഞാനിനി ഇല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ പോയാണ് അവസാനം വന്നപ്പോൾ ഇങ്ങനെ വിപിൻ പറഞ്ഞു, ഇങ്ങനെ ഗിരിജ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞു ക്യാരക്ടറിൻ്റെ ഒരു രൂപം പറഞ്ഞു. ഇപ്പം ഈ ക്യാരക്ടർ വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ആടെയാണ്, ഓട്ടോ ഇത് വന്നിറങ്ങി പിന്നെ അങ്ങോട്ടൊരു അഴിഞ്ഞാട്ടമാണ്. അപ്പം ഇത് കണ്ടിട്ടുള്ളൊരു ഫസ്റ്റ് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അത് കൊള്ളാം. എന്തായിരുന്നു ആദ്യത്തെ ഒരു ഫീഡ്ബാക്ക്? എങ്ങനെയായിരുന്നു ആദ്യത്തെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ വിപിൻ വിളിച്ചു, വലിയ വിപിൻ ദാസ് വിളിച്ചിട്ട് വിപിൻ ദാസ് വിളിച്ചു. അല്ല ഞാനത് ഹൈറ്റ് നോക്കിയിട്ടാണ്, അല്ലാതെ മറ്റേതല്ല നോക്കി. വിപിൻ വിളിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏഡീസ് റെജിയോ സക്കീറോ ഞാനിപ്പോൾ വിപിൻ വിളിച്ചപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിപിൻ ദാസ് ആണ്, ഞാൻ കണ്ടു ചേച്ചി ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി എന്നെ ആരെങ്കിലും ലൊക്കേഷനിൽ നിന്ന് പഠിക്കാനെങ്ങനെ വിളിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചാണ്, അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതെനിക്കൊരു വലിയ ക്രെഡിറ്റ് തന്നെ, അംഗീകാരം തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ശരിയായി ഞാൻ ചെയ്തത് എന്നുള്ള ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടാ ഈ കണ്ണാക്ക് വീട്ടിൽ ഇത്രയും പ്രശ്നമുണ്ടോ? കണ്ണാക്ക് വീട്ടുകളിൽ ഇത്രയും പ്രശ്നമുണ്ടോ? മരണ വീടുകളില് കാരണം അങ്ങനെ ഒരു കഥാപാത്രമായിട്ടല്ല ഞാൻ കരുതിയെ അതേപോലെ ചെയ്തല്ലേ പറ്റൂ. അങ്ങനെയാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾ ജീവിക്കായിരുന്നെന്നാണ് വിപിൻ ചേട്ടൻ പറഞ്ഞത്. എന്ത് നിങ്ങൾ ജീവിക്കായിരുന്നെന്നാണ് വിപിൻ ചേട്ടൻ പറഞ്ഞത്. ജീവിച്ചല്ലേ പറ്റൂ, നമ്മുടെ ജീവിതം ഇതായി പോയില്ലേ. പക്ഷെ അതിനകത്ത് ചെയ്തത് ഭംഗിയായിരുന്നു, നമുക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തത് സമയത്തും ഞാൻ ഇത് ഈ കഥാപാത്രം ചെയ്തതാണ്. അത് ഇത്രയും ശോഭിച്ചില്ല, പക്ഷെ ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല.
എനിക്കെന്നെ സഹിക്കാൻ പറ്റില്ല. വിളി ഇറങ്ങാൻ നിവർത്തിയില്ല ചുരുക്കാൻ പറഞ്ഞു. സത്യം വിളി ഇറങ്ങാൻ നിവർത്തിയില്ല. അക്കാര്യങ്ങളെ നീ ആള് മോശമല്ല, കപ്പട മീശയും പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ സകലവർക്കും വളരെ ഏറെ ഇഷ്ടപ്പെട്ടു. ഈ പടം 1-2 പ്രാവശ്യം പോയി കാണാൻ പറയും. പക്ഷെ അത്ര ഈ ഇത്രയും കൊണ്ട് പറ്റി ഭഗവാനെ നമുക്ക് പോയി പറഞ്ഞറിയിക്കാത്ത സന്തോഷം ഈ സിനിമ പുറത്തിറങ്ങിയൊക്കെ. അടിപൊളി അടിപൊളി. ശൈലജ ചേച്ചി, എന്താണിത്? വേണ്ട കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനല്ലേ അതിന് തർക്കം. ചുമ്മാ ഇരുന്ന് പാവപ്പെട്ട ഒരു ഭർത്താവിനെ പറഞ്ഞിളക്കി അയാൾക്ക് അടി വാങ്ങിച്ച് കൊടുത്ത് എന്നിട്ട് പിന്നെ അയാൾക്ക് കുറ്റം. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, വിപിൻ പറഞ്ഞിട്ട് ചെയ്തതാണ്. പുള്ളി പറയുന്നെന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ ആള് വേറെ ആരും ഇല്ലെന്ന് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനല്ല. പറ്റിയ ആളായതുകൊണ്ടല്ലേ സിനിമ ഇപ്പം അംബിക നന്നായി എല്ലാരും പറയും. ആ ചാമ്പിന്റെ പുറത്തൂടാന്ന് പിരിഞ്ഞു കൊടുക്കാൻ. ആ ചാമ്പ് പറയും എന്റെ ചാമ്പ് അത്രയും പോയെന്ന് പറഞ്ഞു വീട്ടുകാര്. ചേച്ചി, ഇപ്പം ഇതിനകത്ത് ഇപ്പം ഇത്രയും പേരുണ്ട്, എല്ലാവരും പല പോർഷനായിട്ട് എടുത്തത്. അപ്പോൾ എല്ലാവരും പറയും, സാധാരണ സിനിമയിൽ പറയും, ഞങ്ങളൊരു കുടുംബം പോലെ ആയിരുന്നു, ഷൂട്ട് തീരുന്ന ദിവസം ഞങ്ങൾക്ക് പിരിയാൻ ഭയങ്കര വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. ഇതിപ്പം പലരും പല സമയത്ത് വെച്ച് ഇങ്ങനെ എടുത്തത്. അപ്പം ഈ ഒരു ക്രൂവിൽ വർക്ക് ചെയ്തൊരു അനുഭവം എങ്ങനെയുണ്ട്? വർക്ക് ചെയ്തത് വളരെ സന്തോഷമാണ്. കാര്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം, ഇതിപ്പം വിപിൻ ആണെങ്കിലും സജി ആണെങ്കിലും ഞങ്ങൾ ചേട്ടനാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലേ, നല്ല രസമാണ്. നമ്മൾ എപ്പോഴും ചിരിയും തമാശയും കളിയുമായിരുന്നു സെറ്റിലെ. അതെ. ഇപ്പം ഇതിപ്പോൾ എത്രാമത്തെ സിനിമയാണ്? 30 കഴിഞ്ഞിട്ടുണ്ട്. 30 ഒക്കെ കഴിഞ്ഞു. 30 കഴിഞ്ഞു. സീനിയർ നടിയായി. സീനിയറാണ്. ഇനിയിപ്പം ഉറക്കെ പറയേ. 2014 ആദ്യ സിനിമ ചെയ്യുന്നത്. വിപിൻ ചേട്ടാ, മലയാളികളുടെ ഒരു കൺസേൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നോർമലിസം, അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് തോട്ട് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും വൈറൽ താരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം മലയാളി ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ തെക്കോട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ കുറച്ച് കലിപ്പ് ഏരിയ ഉള്ള, അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പപ്പടത്തിന് ഒരേ അടി ഉണ്ടാക്കുന്നു പറയാം. അപ്പം അവിടെ നിന്ന് ഈ ചിരി ഔട്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. നമ്മൾ പാടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറഞ്ഞ ഒരു ടീമാണ് നമ്മൾ. അപ്പം ഇതിനകത്തൊരു ഹ്യൂമർ ഉണ്ടാക്കാൻ എത്ര എഫേർട്ട് ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ഹ്യൂമർ ഉണ്ടാക്കാൻ അങ്ങനെ വലിയ എഫേർട്ട് ഉണ്ടെന്ന് സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി നാട്ടിലാണെങ്കിലും എൻ്റെ കൂട്ടുകാരെയൊക്കെ വെച്ചിട്ട് കഥകളൊക്കെ ഉണ്ടാക്കുക, തമാശ കഥകൾ ഉണ്ടാക്കുക. അപ്പോൾ അതെല്ലാവരും ചിരിക്കും. അപ്പോൾ ഇങ്ങനെ കഥകൾ ഇറക്കും. അപ്പോൾ അത് ചിരിക്കുമ്പോൾ അതാണ് എൻ്റെ എനർജി. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുന്നുണ്ട്. ഞാൻ ഇറക്കിയ ചില കഥകളൊക്കെ സിനിമകളിലെ തമാശയായിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്, വേറെ പലരും വഴി അറിഞ്ഞ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്, ഇതിനൊരു സാധ്യതയുണ്ടാകും. ശരിക്കും അങ്ങനെയുള്ള ഈ നുണക്കഥകൾ കൂട്ടുകാരെ പറ്റി പറഞ്ഞൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്കിത് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് ചിരിക്കുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഞാൻ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞിട്ട് മറ്റുള്ളവർ ചിരിക്കുന്ന കാണുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ചിരിപ്പിക്കാൻ വലിയ പ്രയാസം ഉണ്ടെന്ന് സത്യത്തിൽ തോന്നിയിട്ടില്ല. പക്ഷെ അത് അടുക്കും ചിട്ടിയോടും കൂടി പറഞ്ഞു വരണം, എന്നാലേ ചിരിക്കും. ജോമൻ ഇപ്പോൾ സിനിമയിൽ നിറഞ്ഞേക്കാണ്, റീലിൽ എങ്ങനെ തിരിച്ചു പോകണ്ടേ? റീല് ചെയ്യുന്നുണ്ട്. ഞാൻ പഴയ കണക്ക് എപ്പോഴും ചെയ്യുന്നില്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും നമ്മുടെ ഫേസ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇതെന്തോന്നുള്ളൊരു അങ്ങനെയല്ല, വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നത്. 1-2 റീലൊക്കെ 2 മാസം. മാനേജറെ കൊണ്ടെന്നാണ് പറയുന്നത്. ഒരു ആവശ്യത്തിന് വിളിച്ചെങ്കിൽ സോറി എൻ്റെ മാനേജറെ വിളിക്കൂ, പുള്ളി പറയും എൻ്റെ ടൈം കാര്യങ്ങളൊക്കെ പുള്ളിയാണ് തീരുമാനിക്കുക എന്നുള്ളത്. അല്ല, അങ്ങനെ വേണം എന്നുള്ളതാണ്. ജോമോൻ മലയാള സിനിമയിലെ ഭാവി വാഗ്ദാനമായി വരണം എന്നാണ് ഞങ്ങൾ ആ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും. അപ്പം ജോമോൻ്റെ വളർച്ച കാണുമ്പോൾ ഭയങ്കരമായ സന്തോഷം. ജോമോനിലൊരു മാള ഒളിഞ്ഞിരിപ്പുണ്ട്. മാളെ ഒരു മാനറിസം ഒളിഞ്ഞിടപ്പില്ലേ? ഇല്ലേ? ഇല്ലേ? സട്ടിലായിട്ടുള്ള കുറച്ച് ചില സാധനങ്ങൾ വരുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. ആണേ, കറക്റ്റായിരിക്കും. ഞാനത് നോക്കിയിട്ടില്ല, എന്നെ തന്നെ നിരീക്ഷിച്ച് നോക്കിയിട്ടില്ല. എത്രത്തോളം ഒബ്സർവേഷൻ ഉണ്ട്? ഒബ്സർവേഷൻ എത്ര ഉണ്ട്? പുറത്ത് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴും പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണല്ലോ ചെയ്യാൻ പറ്റുന്നത്. പുറം ലോകമായിട്ടുള്ള കണക്ഷൻ എന്ന് കുറയുന്നു അന്ന് മുതൽ ഞാൻ പാളും. അതുകൊണ്ട് പുറം ലോകമായിട്ട് എപ്പോഴും കണക്ഷനുണ്ട്. ഈ ഇപ്പം നോർമലി ഇപ്പം വന്നപ്പോൾ തൊട്ട് നമ്മൾ ഏകദേശം ഒരേ സൈസ്. ഇഷ്ടപ്പെട്ട ഫുഡ്
ഉച്ചയ്ക്ക് റൈസ് ഇല്ലാതെ പറ്റില്ല, എനിക്ക് റൈസ് വേണം. കുഴിയിലിട്ട റൈസാണ് കുഴിയിലിടാത്ത റൈസാണ്? കുഴിമന്തിയോടൊന്നും താല്പര്യമില്ല, എനിക്ക് ചോറ് മീൻ, നൈറ്റ് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും. ഈ സെലിബ്രിറ്റി ലൈഫ് എത്രത്തോളം കളർഫുൾ ആണ്? കളർഫുൾ ആണ്, പക്ഷെ ഇവിടെ ആരും ഫുഡ് കഴിക്കില്ല. എല്ലാവരും ഒരു ആൾക്കാർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഫുഡ് കഴിക്കില്ല. എനിക്ക് പിന്നെ അവരെ ഇടയിൽ നിന്ന് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ എന്തെങ്കിലും കുറച്ച് ഫുഡൊക്കെ കഴിക്കത്തുള്ളൂ, സാലഡും പരിപാടികളൊക്കെ. നമ്മളെ രീതിക്ക് കഴിക്കുമ്പോൾ എനിക്ക് ഞാൻ എന്ത് തീറ്റയാണെന്ന് ഇത്. പിന്നെ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ സെൽഫി എടുക്കാൻ വരുന്നുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാർ കഥ പറയാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതൊക്കെയാണ് മാറ്റങ്ങൾ, മുമ്പുള്ളതിനേക്കാളും ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ. അതെ, ഈ പ്രൈവറ്റ് ലൈഫ്, സെലിബ്രിറ്റി ലൈഫ്, രണ്ട് സാധനം ഉണ്ടല്ലോ, അത് പബ്ലിക് ലൈഫും പ്രൈവറ്റ് ലൈഫും ഉണ്ടല്ലോ. പ്രൈവറ്റ് ലൈഫ് ഇപ്പോഴും ഉണ്ടോ? ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ പുറത്ത് നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയി അതൊക്കെ രസമാണ്, അങ്ങനെ പോകണമെന്നാണ്. അങ്ങനെ പോയാലും നമുക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടും, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കണ്ടിന്ന് പോകും. അടുത്ത പുതിയ പ്രോജക്ട്സ് ജോൺ പോൾ ജോർജിന്റെ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല, അപ്പം അതാണ് ഇറങ്ങാനുള്ളത്. ചേട്ടാ പറ, വിശേഷങ്ങൾ പറ. വിശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കോമഡി സ്കിറ്റ് സീരിയലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കേട്ടത് ഇതാണ്, അതിനകത്ത് പ്രസന്നൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, സജിയെ കാണാൻ പറ്റുന്നില്ല, പഴയ കപ്പ്യാരെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അങ്ങനെ വലിയൊരു സന്തോഷം. അത് നമുക്ക് ഒരു പക്ഷേ അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് അങ്ങനെ കിട്ടിയതും അങ്ങനെ മാറിയൊക്കെ വന്നതിൽ ഭയങ്കര സന്തോഷം. ഇനിയിപ്പം പുതിയ പ്രോജക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ഇനി ഞങ്ങളുടെ തന്നെ ഞാനും വിപിനും ഞാനും അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ കുറച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും നല്ലത് വന്നാൽ ചെയ്യണമെന്നും ആഗ്രഹം. നിങ്ങളൊരു കോക്കസായി മാറും? അങ്ങനെയില്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു സിനിമ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായി, അത് സംഭവിച്ചു. നാട്ടിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത് സംഭവിച്ചു. ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാവണം, അതുപോലെ പുതിയ ആളുകളെയൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ നല്ല സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്ന ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. അതാണ് നമ്മുടെ തീർച്ചയായും ലക്ഷ്യം. അറിയാം ചേച്ചി, എന്താ ഇത് ഇത്രയും ചമ്മാൻ വേണ്ടി? ഞാൻ വിശേഷം ചോദിക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. അല്ല, എന്ത് നുണ പറയാൻ ആലോചിക്കുക, ക്യാരക്ടർ പിടിച്ചിരിക്കുക. ഈ നാടകവും സിനിമയും അതിൻ്റെ ഒരു ബാലൻസ് എത്രത്തോളം ഇതിൽ വരുമ്പോഴേ കുറെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞു, നാടകത്തിൽ ഈ സ്ക്രിപ്റ്റ് മാത്രമല്ലേ? അല്ല, നാടകത്തിൽ അങ്ങനെ ഇങ്ങനെ ചില നാടകങ്ങൾ ഞാൻ ചെയ്യുന്നതൊക്കെ കുറച്ച് ഇംപ്രവൈസ് ചെയ്തും നമുക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് സിനിമയാണ് കുറച്ചുകൂടെ എളുപ്പം ചെയ്യാനായിട്ട്, മറ്റേതിനെയും കാട്ടി കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രഷർ കുറവാണ്. പ്രഷർ കുറവാണ്. മറ്റേത് കുറച്ച് റിഹേഴ്സലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, പ്രോസസ്സ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. സിനിമ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിയും. പൈസയും കൂടുതലാണ്. പെട്ടെന്ന് വീട്ടിൽ പോകാം. പുതിയ പ്രോജക്ട്സ് എല്ലാം പുതിയതൊന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ല, ഇനി 3 റിലീസ് ആവാനുണ്ട്. വെബ് സീരീസ് ഉണ്ട്. ഇത്ര എളിമയുള്ള സ്ത്രീയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ചെയ്ത വാഴ 2 ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് വന്ന പ്രോജക്റ്റാണ് വാഴ 2. അതിപ്പോ എന്റെ കഴിഞ്ഞു, 1 മാസം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉണ്ടായിരുന്നു. നല്ല ക്യാരക്ടറാണ് അതിന്. ഇതൊന്നും അല്ല, കുറച്ച് ഇറങ്ങുള്ള കുറച്ച് ഷൗട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ്. സ്ലാങ് ഒന്നും ട്രിവാൻഡ്രം സ്ലാങ് അല്ല. എനിക്ക് തോന്നുന്നു ഈ വർഷം അവസാനമായിരിക്കും അത് കുറച്ചിപ്പോ ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്റെ ഭാഗമൊക്കെ കഴിഞ്ഞു. ഞാനൊരു മദറായിട്ടാണ് അല്ല ചേച്ചി പറഞ്ഞു. ശരി ചേച്ചി, ഉറക്കം കഴിഞ്ഞു തോന്നുന്നു. ചേച്ചിയുടെ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇന്നസെന്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അഭിനയിച്ചൊരെണ്ണം ഇറങ്ങാനുണ്ട്. അത് ജൂലൈ 2nd വീക്കിൽ ഇറങ്ങും. പിന്നെ ഇന്നസെന്റ് നമ്മുടെ പഴയ ഇന്നസെന്റ്. പിന്നെ ഈ തനിനിറം എന്ന് പറഞ്ഞ അനൂപ് മേനോന്റെ കൂടെ അഭിനയിച്ചൊരു സിനിമ, അതിന്റെ ഡബിങ് കഴിഞ്ഞില്ല. പിന്നെ 3-4 സിനിമയുടെ ഷൂട്ട് ഉടനെ ഉണ്ട്. സിനിമയുണ്ട്. ഇതില് എല്ലാം ഈ ഒരു ട്രിവാൻഡ്രം ഏരിയ തന്നെയാണോ? അല്ല, ഡിഫറെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ പക്കാ ട്രിവാൻഡ്രം ചെയ്ത ഇത് മാത്രമാണ്, ഇതിൽ മാത്രമാണ് ഒരു ഈ ശൈലജയുടെ ഉള്ളിൽ ഒരു ആക്ടിവിസ്റ്റ് ഒളിഞ്ഞടപ്പുണ്ട്. ഒളിഞ്ഞിരിക്കുകയല്ല, അത് പരസ്യമായിട്ടുള്ളതാണ്. അതെ, ഉണ്ട്.
സിനിമയെ ഉത്തേജിപ്പിക്കും. അല്ല, സിനിമ ആക്ടിവിസം അങ്ങനെയല്ല. അല്ല, ഞാൻ ഒരു പൊതുവെ ഹ്യൂമനിസ്റ്റ് ആണ്. അപ്പം അനീതി കാണുന്നിടത്തൊക്കെ ഇടപെടും പൊതുവെ. നിങ്ങളാരും തീരുമാനമായി. അങ്ങനെയല്ലല്ലോ വിപിനെ, സെറ്റിലൊന്നും അങ്ങനെയല്ലല്ലോ ഞാൻ. അങ്ങനെ അനീതി വർക്കാവും. അനീതി ഉള്ളിടത്തേ അത് വർക്കാവുള്ളൂ. ശരിയാ, അത് വേണം, അത് വേണമല്ലോ. സാറേ. അല്ല സോറി, ഈ ഇപ്പം ഇതെല്ലാം ഇരിക്കണ എല്ലാം തിരുവനന്തപുരം. ഇവിടെയുള്ള നമ്മൾ ഏകദേശം ആക്ടേഴ്സ് എല്ലാവരും, ചേട്ടൻ ഉൾപ്പെടെ, അസീസ് ചേട്ടൻ ഉൾപ്പെടെ, ഈ അനശ്വരയെ തിരുവനന്തപുരം സ്ലാങ് അങ്ങനെ പഠിപ്പിച്ചു. അനശ്വരയെ ഞങ്ങള് അതൊരു വലിയ ടാസ്ക് ആയിട്ട് തന്നെ ഏറ്റെടുത്തു. അനശ്വരയെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും അനശ്വരയെ കൊണ്ട് നമ്മൾ തോന്നിക്കൽ ഭാഷ സംസാരിപ്പിക്കണം എന്ന് ഉറപ്പിച്ചിരുന്നു. അനശ്വര കണ്ണൂരുകാരിയാണ്, ഭയങ്കര സ്പീഡിലാണ് അനശ്വര പറയുന്നത്. പിന്നെ അനശ്വര തന്നെ എറണാകുളത്ത് താമസിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരുവിധം എറണാകുളം വരെ എത്തി നിൽപ്പുണ്ട്. നമ്മൾ അവിടുന്ന് അതുവരെ എത്തി നിൽപ്പുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ജില്ലകളും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അപ്പൊ അനശ്വരയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അനശ്വര, ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഭയങ്കര ചിരിയാണ് ഇത് കേട്ടിട്ട്. അപ്പൊ അനശ്വര ഇത് ഹാഷറൊക്കെ പറയുന്ന പോലെ ഇരിക്കുന്നത്, ഹാഷറിന്റെ റീൽസ് ഒക്കെ കാണുന്നോണ്ടായിരിക്കും അവരൊക്കെ പറയുന്ന ഡയലോഗ് പോലും ഉണ്ട്. അപ്പം അപ്പൊ അനശ്വരയ്ക്ക് വലിയ താല്പര്യമായിരുന്നു ഇത് പഠിക്കാൻ. പക്ഷേ നമ്മൾ സെറ്റിൽ വന്ന് തുടങ്ങുമ്പോഴാണ് അനശ്വര മനസ്സിലായത് ഇത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പിന്നെ ഞാൻ തന്നെ പുള്ളിക്കാരിക്ക് പ്രോംപ്റ്റിംഗ് കൊടുക്കും. ഞാൻ തന്നെ പ്രോംപ്റ്റിംഗ് കൊടുത്ത് ആണ് ചെയ്യുന്നത്. മിക്കപ്പോഴും അനശ്വര നിന്ന് സംസാരിക്കുന്ന അതിൻ്റെയൊക്കെ ജനലിന്റെ ബാക്കിൽ ഞാനുണ്ടാവും. അവിടെ നിന്ന് പ്രോംപ്റ്റിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഡബിലും വളരെ കാര്യമായിട്ട് ഒത്തിരി സമയമെടുത്ത് നമ്മളത് പിടിച്ചു. അത് അനശ്വരയുടെ സഹോദരിയായിട്ട്, ഐ മീൻ നോബിയുടെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി കൂടി വന്നു. ഒരു പെൺകുട്ടി തോന്നിക്കലുള്ള കുട്ടി ഇതെങ്ങനെ പറയും എന്നുള്ളത് പൈലറ്റ് പോലെ ചെയ്തിട്ട് അങ്ങനെ അനശ്വര കേട്ടിട്ടൊക്കെയാണ് അനശ്വര. അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അനശ്വരയ്ക്ക് അത്രയും പ്രൊഫഷണലിസം ഉള്ളതുകൊണ്ടാണ് ഈ ശൈലി പിടിക്കുമ്പോൾ ഇമോഷൻ പോവും. അപ്പൊ ആ കണ്ണൂരിൽ നിന്ന് ഇവിടുത്തെ ശൈലി പിടിക്കണം, ഇമോഷൻ പിടിക്കണം, പിന്നെ ലിപ്പ് പിടിക്കണം. ആ ലിപ്പും പിടിച്ച് അത്രയും സെറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പൊ അനശ്വര അത് അത്രയും സമയമെടുത്ത് ചെയ്ത്, അപ്പം നല്ല അഭിപ്രായമുണ്ട് അതേപ്പറ്റി. അതുപോലെ സിജുവിന്റെ കാര്യത്തിലും അങ്ങനെ, പന്തളംകാരനായ സിജുവിനെ നമ്മൾ ട്രിവാൻഡ്രംകാരനാക്കി. അതുപോലെ ട്രിവാൻഡ്രംകാരനായ നമ്മുടെ അരുൺ കുമാർ ഉണ്ടല്ലോ, പുള്ളി നമ്മൾ പന്തളത്ത് കൊണ്ടുപോയി. പുള്ളിക്ക് പന്തള ശൈലിയാണ് സിനിമയിൽ ആ ഫോൺ ചെയ്യുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിലിപ്പം ഈ കാസ്റ്റിങ്ങിന്റെ ഒരു ഇതെടുക്കുമ്പോൾ ഇതെല്ലാം ഇത് ഒരു 90% തിരുവനന്തപുരത്ത് നിന്ന് ആയിരിക്കണം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി എളുപ്പമാവും. കുറച്ചുകൂടി എളുപ്പമാവുന്ന മാത്രമല്ല, അവർക്കാണെങ്കിൽ അത് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനശ്വരയുടെ കാര്യം, അനശ്വര അത്രയും പ്രൊഫഷണൽ ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്ര നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയത്. ബാക്കി പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതൊരു വലിയ എഫേർട്ടാണ്. നമ്മൾ നിസ്സാരമല്ല നമ്മുടെ ഈ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞൊപ്പിക്കുക എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഞങ്ങൾ പരമാവധി എല്ലാവരും ട്രിവാൻഡ്രംകാരായിരിക്കണം. പക്ഷെ എന്നിട്ടും പ്രശ്നമാണ്. ഇപ്പം അശ്വതി ചന്ദ് വന്നിട്ട് വെങ്ങാനൂർ സ്വദേശിനിയാണ്. അവര് പറയുന്ന ട്രിവാൻഡ്രം അല്ല നമ്മുടെ സിനിമയിലെ ട്രിവാൻഡ്രം. അസീസിനായിരുന്നു ഏറ്റവും പാട്. അസീസ് നെടുമങ്ങാടുകാരനാണ്. അസീസിനെ ഭയങ്കര പ്രയാസമായിരുന്നു ഈ ശൈലിയിലോട്ട്. അസീസ് എന്നെ പറയും, എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ, ഞാൻ ട്രിവാൻഡ്രംകാരനായിട്ട് പറ്റുന്നില്ലടാ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയും, ടെൻഷൻ ആവുകയൊക്കെ ചെയ്യും. പുള്ളിയെ അതൊരു എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ഈ തോന്നിക്കൽ ശൈലിയിലോട്ട് വന്നത്. അതേസമയം നോബി ബൈച്ചേട്ടനൊക്കെ, നോബി പിന്നെ കുറെ കൂടെ ഞങ്ങളുടെ അടുത്താണ്, വെഞ്ഞാറമൂടാണ്. പിന്നെ ബൈച്ചേട്ടൻ്റെ സ്വതസിദ്ധമായ ശൈലി തന്നെയാണ് പറഞ്ഞത്. വേറെ ആർക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിനകത്ത് സ്ക്രിപ്റ്റിനകത്താണെങ്കിലും ഇത് ഡിപ്ലോയ് ചെയ്തപ്പോഴാണെങ്കിലും ഇതിനകത്തൊരു സോഷ്യൽ സറ്റയർ എന്ന് പറയണോ, അല്ലെങ്കിൽ അതിനകത്തൊരു സർക്കാസം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഈ NSS കരയോഗവും ഒരു സഖാവിൻ്റെ ഒരു ലൈനും അതൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? അല്ല, അതൊക്കെ ഞാൻ ജീവിച്ച ജീവിതങ്ങളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ നാട്ടിൽ ഈ പറഞ്ഞ കരയോഗം അങ്ങനെ ശക്തമായിട്ടില്ല. അപ്പോൾ അവിടെ പണ്ട് മുതലേ തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് കരയോഗം ഇല്ലാത്തൊരിടമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പാർട്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം പാർട്ടിക്കാർ തമ്മിൽ, രണ്ട് പാർട്ടിയുടെ ആൾക്കാർ തമ്മിൽ ഇങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ട്, ആരാണ് ഇടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പം ഈ ഡെഡ് ബോഡി കിടത്തിയിട്ട് പൂന്നീരും കൊടുക്കുക അങ്ങനെ പറയുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യണമെന്ന് ഇവരും പറയും അവരും പറയും. അപ്പം ഈ മൊന്തയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. പെട്ടെന്ന് ബക്കറ്റൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചേക്കും. ചൂല് നമ്മൾ തന്നെ ആൾക്കാർ നിൽക്കുമ്പോൾ അവിടെ തൂത്ത് വൃത്തിയാക്കുക. നമ്മുടെ ആൾക്കാരെല്ലാം ചെയ്യണം. ബോഡി പിടിക്കുന്നത് നമ്മളായിരിക്കണം, നമ്മുടെ റീത്ത് മുകളിലിരിക്കണം. നമ്മുടെ നേതാവ് വരുന്നവരെ ഡെഡ് ബോഡി അവിടെ ഉണ്ടാവണം. ചിലപ്പം നേതാവിന് വരെ 5:30 പറ്റുള്ളൂ, ഇവരെ 3:30 എടുക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്
5:30 വരെ ആക്കും, നേതാവ് എത്തുമ്പോഴും ഡെഡ് ബോഡി ഇവിടെ വേണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാനും ഒക്കെ അതിൽ പ്രതിപ്പട്ടികയിലുള്ളവരാണ്. ആ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അപരിചിതമായ ഒന്നല്ല. പക്ഷെ ഇതിനകത്തൊക്കെ പിന്നീട് ചിന്തിക്കുമ്പോൾ ഈ ചെയ്തതെല്ലാം പോക്കൃത്തരമാണെന്നും ഇത് വേറൊരു തലത്തിലും കാണാമെന്നും അങ്ങനെ കണ്ടിട്ടുമുണ്ട് ശരിക്കും. അല്ല, അതിനകത്ത് പറയാതെ പറഞ്ഞു പോയ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അല്ലാത്ത പല രാഷ്ട്രീയങ്ങളുണ്ട്. അത് സംഘിയുടെ ഗാ അല്ലടാ, സഖാവിന്റെ ഗാ. അതിനകത്ത് ഹൃദയാഘാതത്തിന്റെ കായ ആയതുകൊണ്ട് ഹൃദയാഘാതത്തിന്റെ കാ ഞങ്ങളുടേതല്ല. ഹൃദയാഘാതം ഒരു മോശം സംഖ്യ, അതിന്റെ കാ ഞങ്ങളുടെ അവന്റെ കായ തന്നെ, ഞങ്ങളെ കായ ചോദിക്കരുത്. അല്ല, വിപിൻ ചേട്ടന്റെ ഉള്ളിൽ ഒരു എന്താ ഒരു രാഷ്ട്രീയ വിമർശകനുണ്ട്. തീർച്ചയായും ഉണ്ടാവും. ഞാൻ തന്നെ എന്നെ സ്വയം വിമർശിച്ച് ഒക്കെയാണ് ഞാൻ പരുവപ്പെട്ടു വന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും. എനിക്ക് ഇതിന്റെ ഒരു രഹസ്യം പറഞ്ഞു, ഈ പഞ്ചലൈൻ ഇവിടെ നിന്നുണ്ടോ? പഞ്ചലൈന പഞ്ചലൈൻ പടത്തിലുള്ളത് ഇവരെഴുതിയതാ. അവരെഴുതിയതല്ലേ? എഴുതി സ്പോട്ടിൽ എഴുതുന്ന. കാരണം അത് ആ സീന് കുറച്ചൊക്കെ ഒന്ന് ചെയ്തെനിക്ക് മറ്റേ വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ ഒരു സാധനം പറയാം. നമ്മളെ ഈ പടത്തിലോ പിക്കപ്പ് ലൈനാ പറയുന്നത്. പിക്കപ്പ് ലൈൻ തന്ന കഞ്ഞിവെള്ളം തന്ന കഞ്ഞിവെള്ളം ക്രഷ്, നീ എനിക്കൊരു കിസ്. അത് പെട്ടെന്ന് സെറ്റ് ചെയ്ത അല്ലേ? രണ്ടും കൂടെ സെറ്റ് ഞങ്ങളത് ഒരു പിക്കപ്പ് ലൈൻ അന്നേരം ഇട്ടൊരു ഐഡിയ, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി കൊടുക്കാം. അതെ. നമ്മൾ ആ കുറച്ച് പരിപാടികളൊക്കെ അന്നേരം അങ്ങനെ കൊടുത്തായിരുന്നു, പ്രത്യേകിച്ച് ആ സീനിലൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചർച്ചയുടെ പര്യവസാനത്തിലേക്ക് വരികയാണ്. എനിക്ക് നല്ല വ്യസന സമേതം നിങ്ങളെ പറഞ്ഞേക്കേണ്ടി വരുന്നുണ്ട്. വിപിൻ ചേട്ടാ, അടുത്ത പ്രോജക്ട്സ്? അടുത്ത ഒരു പരിപാടി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതല്ല, ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ആയത്. ഞാൻ നേരത്തെ ഇതിനൊപ്പം തന്നെ എഴുതിയതാണ്. കാരണം ഇത് നമ്മൾ പിച്ച് ചെയ്യാൻ പോകുമ്പോൾ എല്ലായിടത്തെയും പ്രശ്നം നായകനില്ലല്ലോ, നായകനില്ലാതെ എങ്ങനെ, നായകൻ നായിക അങ്ങനെ പിന്നെ അങ്ങനെ കുറേ പരിപാടികൾ വേണ്ടേ, 3 ആക്ട് സ്ട്രക്ചർ വേണ്ടേ, എന്നാലല്ലേ ഒരു സിനിമ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ എനിക്ക് വേറൊരു പരിപാടി എഴുതാം. പക്ഷെ അതും എഴുതി വന്നപ്പം ഈ പറഞ്ഞ കണക്ക് നായകത്വം പരിപാടി ആയി വരുന്നില്ല, എന്നെക്കൊണ്ട് അങ്ങനെ പറ്റുന്നുള്ളൂ. അപ്പം വേറൊരു സ്ക്രിപ്റ്റും ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും പാരലലി പിച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് കയറി കൊളുത്തിയതും ഇത് പ്രൊജക്റ്റ് ആയതും ഓണായതും. അപ്പം മറ്റേ സ്ക്രിപ്റ്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത് ഓണാക്കാനുള്ള ശ്രമങ്ങൾ, തട്ടിക്കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അടിപൊളി. ശൈലജ ചേച്ചി, അടുത്ത പ്രൊജക്റ്റുകളൊക്കെ സജിചേട്ടൻ്റെ കൂടെ ഇതിനിപ്പോ പറഞ്ഞതുകൊണ്ട് സജി ഒഴിവാക്കിയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രതീക്ഷയായിരുന്നു. അല്ല, ഞങ്ങളുടെ വിപിൻ്റെ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് വ്യക്തിയെ കണ്ടെഴുതാതെ ഒരു കഥാപാത്രത്തിന്റെ മാക്സിമം സാധ്യത നോക്കിയിട്ട് എഴുതി തീർത്ത ശേഷമാണ് പിന്നീട് നമ്മൾ അത് കാര്യം വിപിൻ്റെ മനസ്സിൽ എഴുതുമ്പോൾ തന്നെ ഒരു രൂപമാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുള്ള ആരുടെയെങ്കിലും രൂപമൊക്കെ അങ്ങനെ ആയിരിക്കും എഴുതും. അപ്പം അങ്ങനെ എഴുതുമ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും. അതിലേക്ക് ഒരു നടനെ നമ്മൾ നോക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും എന്ന് നോക്കിയിട്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലെൻഡിങ് എന്ന് കാണുന്നത്, ഈ ആർട്ടിസ്റ്റിനെയും നമ്മുടെ ക്യാരക്ടറിനെയും കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്ത് നമുക്ക് ഓക്കെ ആണ്, ഇപ്പോൾ ഓക്കെ ആണ് എന്ന് തോന്നുന്നു. അത്രയും ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും ഇപ്പോൾ അടുത്ത സിനിമയിൽ നിങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം എഴുതി വന്ന ശേഷം ആ കഥാപാത്രത്തിന് കൃത്യമായ രൂപം ഉണ്ടാവും. അപ്പം അതിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പം നമുക്ക് ഇതിനകത്ത് പലരെയും പറയുന്നുണ്ട്, വലിയ താരങ്ങൾക്കൊപ്പം ചെറിയ ആളുകളും നന്നായിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്നതായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനൊരു കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ മുന്നോട്ട് പോകാൻ പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഒരു നടൻ വേണമെന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് ചിന്തിച്ചാലും ഈ പറഞ്ഞൊരു ബ്ലെൻഡിങ്ങും കൂടി ഞങ്ങൾ അതിൻ്റെ സാധ്യത നോക്കിയിട്ട് കഥാപാത്രത്തിലേക്ക് നടനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെ അതെ. എന്തായാലും ഔറോറ മീഡിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമാകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഒപ്പം നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ അവസരങ്ങളും വലിയ കഥാപാത്രങ്ങൾ നിറഞ്ഞാടി ഇതുപോലെ അഴിഞ്ഞാടി അഭിനയിക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഔറോറ മീഡിയ നെറ്റ്വർക്കിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.